നൂറ്റാണ്ടുകൾക്ക് മുന്നേ പൊയ്പോയ കാര്യങ്ങൾ വീണ്ടും വർഗീയ വിഷമായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് വൺ മിസ്റ്റർ വേടൻ. നവോത്ഥാന നായകന്മാർ ഇതിനെതിരെ ശക്തമായി പോരാടിയതാണ്. അതായത് മഹാത്മാ അയ്യങ്കാളി, ശ്രീനാരായണ ഗുരു, പൊയ്കയിൽ അപ്പച്ചൻ, സഹോദരൻ അയ്യപ്പൻ, ചട്ടമ്പിസ്വാമികൾ, പെരിയോർ, ഡോക്ടർ അംബേദ്കർ, ഇവരൊക്കെയും അവർ ജീവിച്ചിരുന്ന സാഹചര്യത്തിലുണ്ടായ കഷ്ടതകൾക്കെതിരെ പോരാടിയവരാണ്. സനാതന ധർമ്മം എന്ന വികൃതമായ ഒരു ജാതീയത ഉണ്ടായിരുന്ന, ഭ്രാന്തമായ ജാതീയത ഉണ്ടായിരുന്ന കാലം. ഇന്നതൊന്നും ഇല്ല. അതൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുന്നേ പോയ കാര്യമാണ്. അന്ന് അവരത് പോരാടിയിരുന്നു. ഇന്ന് എനിക്കറിയില്ല എൻ്റെ സുഹൃത്തുക്കളുടെയും എൻ്റെ നാട്ടുകാരുടെയും ജാതിയും മതവും തിരിച്ചവർക്കും ഒന്നോ രണ്ടോ പേരേ ഉള്ളൂ അത്തരം മതഭ്രാന്തന്മാർ, ജാതീയ ഭ്രാന്തന്മാരായിട്ട് നടക്കുന്നത്. അതായത് സുരേഷ് ഗോപിയെ പോലുള്ളവർ പൂന്നൂലിട്ടാൽ വലിയ സംഭവം എന്ന് പറയുന്ന മണ്ടത്തരങ്ങൾ. രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുന്നേ ബുദ്ധിയുള്ളവനായിരുന്നു. രാഷ്ട്രീയം എന്ന ഒരു ഭ്രാന്ത് തലയിൽ പിടിച്ചതിന് ശേഷമാണ് ഇത്തരം വികൃതമായ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയത്. കാരണം അന്ന് സ്ത്രീകൾ മാറുമറയ്ക്കുന്നതിനാണ് കരം കൊടുത്തിരുന്നതെങ്കിൽ, അല്ലെങ്കിൽ പോരാടിയിരുന്നതെങ്കിൽ, ഇന്ന് മാറു തുറന്നു കാണിക്കുന്നതിനാണ് പോരാടുന്നത്. അല്പം വസ്ത്രധാരിയായിട്ടുള്ള സ്ത്രീകളുടെ കമൻറ്റിന് ഇവർ പോരാടുന്നത് കാണാം. അത് എൻ്റെ ഇഷ്ടമാണ് മാറ് കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എന്തെല്ലാം അങ്ങനെ പോരാടുന്നത് കംപ്ലീറ്റ് മാറ് തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ വേടൻ എന്ന് പറയുന്ന ആൾ കഞ്ചാവ് അടിച്ചിട്ട് ഏതെങ്കിലും പബ്ബുകളിൽ പോയിരുന്നപ്പോൾ ഏതെങ്കിലും ഈ മാറ് മറയ്ക്കാത്ത സ്ത്രീകളും ഒക്കെ ഉള്ള കാര്യങ്ങൾ കണ്ടപ്പോൾ അദ്ദേഹം തോന്നിക്കാണും